This news is brought to you by Nohas Flora, കൊട്ടയാട് കവല, ആലക്കോട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായ ചെറുപുഴ താബോറിൽ കർഷകന്റെ അധ്വാനം ഒരു രാത്രി കൊണ്ട് പന്നിക്കൂട്ടം തകർത്തു. താബോറിലെ കൂട്ടുങ്കൽ ദേവസിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികൾ വ്യാപക നാശനഷ്ടം വരുത്തിയത്. 3 വർഷം പ്രായമായ ശാസ്ത്രീയമായി പരിപാലിച്ചു വന്ന 150ഓളം കവുങ്ങിൻ തൈകളാണ് പന്നികൾ കുത്തിമറിച്ചിട്ടത്. 2.5 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന തൈകളെങ്കിലും സംരക്ഷിക്കാനായി ഏറുമാടം കെട്ടി രാത്രികാലങ്ങളിൽ കാവലിരിക്കുകയാണ് ഈ കർഷകൻ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ പി ജെ ജോസ്, ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പന്നികളെ വെടിവെക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടലിലൂടെ എംപാനൽ ഷൂട്ടർമാരെ ഏർപ്പാടാക്കിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തത് പ്രതിസന്ധിയായി. കർഷകന് അടിയന്തരമായി നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ അറിയിച്ചു. രാത്രിയിൽ ഇതിങ്ങനെ ഇപ്പോൾ കുറച്ച് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. പക്ഷെ പന്നികത്തിന് രാത്രി ഒരു 10 മണിത്തിന് പട്ടി കറിക്കത്തിന് പന്നി വന്ന് എനിക്കറിയാം. അപ്പം വീട്ടിൽ ഞാൻ അങ്ങനെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. ഞാൻ ഉടനെ വഴി കയറി വന്നിട്ട് ഒരു പാളയെല്ലാം എടുത്തിട്ട് കൊട്ടി ഒച്ചയ്ക്ക് ഉണ്ടാകും. എന്നിട്ട് ഒരു മരത്തിന് മുകളിൽ കയറി കുറേ നേരം ഇരുന്നു. ഇതിന് അതിന് എന്നെ മണം അടിച്ചാന്ന് തോന്നുന്നു. അതിന് വട്ടം പറഞ്ഞ് പാസ് ചെയ്ത് കടന്നുപോയി. 2-3 ദിവസം കൊണ്ട് ഏകദേശം എത്ര പോയിട്ടുണ്ടാവും? ഒരു 150 മേലെ കവുങ്ങ്. ഇവിടെ ഇപ്പൊ എനിക്കിത് 370 കവുങ്ങ് ഞാൻ വെച്ചതാ മൊത്തം. ഇപ്പൊ ഉള്ള ദേശം ഏകദേശം 90-100 കവുങ്ങിന് അടുത്ത് കവുങ്ങേ ഉള്ളൂ. ബാക്കി കവുങ്ങുകളും തീർന്നു. ഇത് ഒരു 3 വർഷം കഴിച്ചിട്ടുണ്ടാവും. 3 വർഷം കഴിഞ്ഞു. കവുങ്ങ് കയ്യാൽ വെച്ചിട്ട് നല്ല കവുങ്ങ് നല്ല വണ്ണമൊക്കെ ആയി. ആരോഗ്യമുള്ള കവുങ്ങ കണ്ടാൽ തന്നെ സങ്കടം. ഇന്നലെ രാവിലെ ഞാൻ ടാപ്പിംഗ് എടുക്കാൻ വേണ്ടി കയറി വന്ന. അപ്പൊ അന്നത്തെ ഇത് കണ്ടു ഞാൻ തിരിച്ചു പോയത് വെട്ടാതെ. പഞ്ചായത്തിലെ 11ാം വാർഡില് താബോറില് ഈ കൂട്ടുങ്കൽ ദേവസ്വച്ചേട്ടൻ്റെ പറമ്പിൽ കഴിഞ്ഞ 2-3 ദിവസമായി കാട്ടുപന്നി വ്യാപകമായ തോതിൽ കവുങ്ങുന്തി നശിപ്പിച്ചത് സ്ഥലം കാണാൻ വേണ്ടി ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് സാറും ഇതോടൊപ്പം വന്നതാണ്. നല്ല കവുങ്ങുന്തിയായിരുന്നു. ഇത് നന്നായി പണിയെടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന കവുങ്ങായിരുന്നു. 350ഓളം കവുങ്ങുന്തി വെച്ചെടുത്തെങ്കിൽ ഇപ്പം 100 താഴെ കവുങ്ങുകളെന്നാണ് പറഞ്ഞത്. ബാക്കി കവുങ്ങ് മുഴുവൻ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്താൽ നശിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മലയോരത്ത് കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം കാട്ടുപന്നിയുടെ ശല്യം വ്യാപകമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ആളുകൾ കൃഷിക്കാർ പറഞ്ഞെങ്കിൽ പോലും അതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമം ഭേദഗതി ചെയ്യാതെ ഇനിയും നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിയില്ല. സംസ്ഥാന ഗവൺമെൻറ് നിയമം ഭേദഗതി ചെയ്തെങ്കിൽ പോലും അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ 11ാം വാർഡിൽ ഒരു 2 മാസം മുമ്പ് ഷൂട്ടർമാരെ കൊണ്ടുവന്ന് ഒരു പരിശോധന നടത്തിയതാണ്. എന്നാൽ അന്ന് പന്നിയൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അയൽസഭ കേന്ദ്രീകരിച്ച് ആളുകൾ സംഘടിച്ച് കൃഷിക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ പ്രതിരോധിക്കുക മാർഗമുള്ളൂ. അതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടുന്ന പിന്തുണയെല്ലാം പഞ്ചായത്ത് മെമ്പർ നിലയിലൊക്കെ ഉണ്ടാകും. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് ഉള്ളത് ഇക്കാര്യത്തിൽ. പക്ഷെങ്കിൽ ഈ കൃഷി നശിച്ചാൽ അതിന് ആനുകൂല്യം കിട്ടുന്ന കാര്യത്തിലും പ്രയാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കൃഷിക്കാർ അപേക്ഷ കൊടുത്താൽ അതിന് തക്കതായ ഒരു പ്രതിഫലമൊന്നും ലഭിക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ അതിനും കൂടി ഈ കൃഷിക്കാരുടെ കൃഷി നശിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പല കൃഷിക്കാരും ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷിക്കാരെ ചേർത്ത് പിടിച്ച് അവരെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർക്കാരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. പ്രധാനപ്പെട്ട വാർഡ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ കർഷകൻ കൂട്ടുങ്കൽ ദേവസ്വച്ചേട്ടനും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വൻതോതിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ പന്നിയുടെ 2-3 ദിവസത്തെ ആക്രമണം മൂലം ഏകദേശം 150ഓളം കവുങ്ങുന്തൈയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ മെമ്പർ മുൻകൈ എടുത്തുകൊണ്ട് എംപാനൽ ഷൂട്ടർമാരെ മുമ്പ് കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോൾ അതിനുള്ള പരിമിതിയുണ്ട്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം എംപാനൽ ഷൂട്ടർമാരുടെ എല്ലാ തോക്കുകളും സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടാണുള്ളത്. കൊണ്ട് ഇപ്പോൾ എംപാനൽ ഷൂട്ടർമാരെ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ വന്യജീവി ആക്രമണം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 150 കവുങ്ങുന്തൈ എന്ന് പറഞ്ഞാൽ 3 വർഷം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന കവുങ്ങുന്തൈയാണ്. ഇതിന്റെ
മൂല്യം എത്ര നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ലക്ഷങ്ങൾ വരും ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത്. കൃഷിയിടങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ്. സാധാരണ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന തുകയാണെങ്കിൽ അത് മൂല്യം കണക്കാക്കാൻ പറ്റും. പക്ഷെ കാർഷിക വിളകളെ സംബന്ധിച്ചിടത്തോളം മൂല്യം എന്ന് പറയുന്നത് എത്രയോ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗവുമാണ്. ഈ അവസരത്തിൽ നമുക്കിപ്പോൾ ഇതിന് പ്രകൃതിക്ഷോഭത്തിന് അദ്ദേഹത്തിന് അപേക്ഷ സമർപ്പിക്കുകയും അതിന്റെ ദുരിതാശ്വാസം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കൃഷിഭവൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കവുങ്ങുകൾ ഇൻഷുർ ചെയ്യണമെന്നും കൂടിയാണ് നമുക്ക് കർഷകരോട് നിർദ്ദേശിക്കാനുള്ളത്. ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഇതിന് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിൽ ഇൻഷുറൻസ് പരിരക്ഷ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്റ്റൈലിനും കംഫർട്ടിനും ഇനിയൊരു പുതിയ അഡ്രസ് ആലക്കോട്. ഏറ്റവും മികച്ച ബ്രാൻഡുകളും ലേറ്റസ്റ്റ് ട്രെൻഡുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു. സ്ത്രീകൾക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം. ഓരോരുത്തർക്കും അനുയോജ്യമായ സൈസുകളിലും മോഡലുകളിലുമുള്ള കംപ്ലീറ്റ് ഇന്നർ വെയർ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ലഭ്യമാണ്. പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രശസ്ത ബ്രാൻഡുകളുടെ ഇന്നർ വെയറുകൾ കംഫർട്ടിനും ഈടിനും ഞങ്ങൾ മുൻഗണന നൽകുന്നു. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടാൻ അതിമനോഹരമായ റെന്റൽ ജ്വല്ലേഴ്സ്. ഏറ്റവും പുതിയ ഡിസൈനുകൾ വാങ്ങാനും മിതമായ നിരക്കിൽ വാടകയ്ക്കെടുക്കാനുമുള്ള സൗകര്യം. ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കൊറിയൻ സ്റ്റൈൽ ഹെയർ ആക്സസറികൾ, ബ്രാൻഡഡ് ഐറ്റംസ്, മറ്റ് ഫാൻസി ഐറ്റംസ് എന്നിവയുടെ വലിയൊരു നിര തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ തികച്ചും ആകർഷകമായ വിലയിൽ. നോഹാസ് ഫ്ലോറ, കൊട്ടയാട് കവല, ആലക്കോട്. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 898921515159593737.